Hi all, welcome to spurandspices chipotle. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ഫ്രൂട്ടിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പാഷൻ ഫ്രൂട്ട് പിക്കിൾ. നമുക്ക് എല്ലാവർക്കും അറിയണ പോലെ പാഷൻ ഫ്രൂട്ടിൽ ഒരുപാട് വിറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഫ്രൂട്ട് നമ്മൾ ഡയബറ്റീസിനും ക്യാൻസറിനും ഒക്കെ ഭയങ്കര എഫക്റ്റീവ് ആണെന്നാണ് കേൾക്കുന്നത്. എന്നാൽ സാധാരണ കഴിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് വ്യത്യസ്തമായിട്ട് പാഷൻ ഫ്രൂട്ടിന്റെ നമുക്കൊരു അച്ചാർ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് കുറച്ച് പാഷൻ ഫ്രൂട്ട് ആണ്. ഇവിടെ നമ്മളിപ്പോൾ ഒരു 6 പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം പഴുത്തിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ അച്ചാറിന് ടേസ്റ്റ് നല്ലോണം ഉണ്ടാവുക. കൂടെ തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി വേണം. ഏകദേശം ഒരു 15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇതുപോലെ നേർത്തരിഞ്ഞത്, കറിവേപ്പില 1-2 തണ്ട്, പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഇവിടെ ഇപ്പോൾ നമ്മളൊരു 5 പച്ചമുളക് എടുത്തിട്ട് ചെറുതായിട്ട് നുറുക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, വറുത്ത ഉലുവയുടെ പൊടി 1/2 ടീസ്പൂൺ, കായം 1/2 ടീസ്പൂൺ, പിന്നെ വേണ്ടത് വിനീഗറും ഉപ്പുമാണ്. വിനീഗർ നമ്മൾ ഏകദേശം 1 ടീസ്പൂണോളം ഇടുന്നുണ്ട്. അത് നമ്മൾ എല്ലാ അച്ചാറിനും ഇടുന്ന പോലെ തന്നെ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പാഷൻ ഫ്രൂട്ട് ഒന്ന് മുറിച്ചിട്ട് ഇതിൻ്റെ പൾപ്പ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ മുകൾ ഭാഗം മുറിച്ചൊന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണച്ചാൽ ഇത് നടുക്കീന്ന് മുറിച്ചിട്ടും എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 6 പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പും നമ്മളിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ബൗളോളം നമുക്ക് ആ പൾപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഒരു ചീഞ്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂണോളം നമ്മൾ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എള്ളെണ്ണ ഉപയോഗിക്കുന്നതാണ് ടേസ്റ്റ് കൂട്ടുക. ഈ വെളിച്ചെണ്ണയിലോ സൺഫ്ലവർ ഓയിലിലോ ഒന്നും ചെയ്താൽ ഇത്രയും സ്വാദ് കിട്ടില്ല. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് കുറുകി തുടങ്ങുമ്പോൾ നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്നല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കാം. ഇതൊന്ന് നന്നായിട്ട് കുറുകി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണോളം വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവയുടെ പൊടിയും കൂടെ തന്നെ കായം കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യണത് 1 ടീസ്പൂണോളം പഞ്ചസാരയാണ്. ഇത് എന്തിനാന്ന് വെച്ചാൽ ആ പുളിപ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദാ നമ്മുടെ അച്ചാർ നല്ലോണം കുറുകിയിട്ട് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതായത് ചൂടാറിയിട്ടുണ്ട്. നമുക്കിതൊരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നമ്മൾ സാധാരണ റൂം ടെമ്പറേച്ചറിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരാഴ്ചയോളം പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കും. അഥവാ ഫ്രിഡ്ജിലാണ് വെക്കണമെങ്കിൽ ഒരു 15 ദിവസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട് us. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.